രാശിചക്രത്തെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ വരും വീഡിയോകളിൽ കൂടി മനസ്സിലാക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ രാശിചക്രത്തെ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ആകാശത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെയും മറ്റും യാത്രാപഥമായി കാണുന്ന സാങ്കല്പികമായ ആകാശ സ്ഥലികളാണ് രാശികൾ. നവഗ്രഹങ്ങളുടെയും മറ്റും സഞ്ചാരരീതിയായ ആകാശത്തെ ഋഷീശ്വരന്മാർ 12 ഗ്രന്ഥങ്ങളാക്കി അല്ലെങ്കിൽ 12 രാശികളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ 12 രാശികളെയും ഉൾക്കൊള്ളുന്നതാണ് രാശികൾ. സൂര്യന് ചുറ്റുമാണ് എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം തന്നെ കറങ്ങുന്നത് എന്നുള്ളത് നമുക്കറിയാം. ജ്യോതിഷത്തിൽ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യാദി വർഗങ്ങളുടെ ഫലം പറയുന്നതിനായി രാശിചക്രം ചിട്ടപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഭൂമിക്ക് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് സാങ്കേതികമായി കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭൂമിയിൽ താമസിക്കുന്ന നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ സൂര്യൻ യഥാർത്ഥത്തിൽ അവിടെ തന്നെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതുപോലെ തന്നെ ചന്ദ്രന്റെ അവസ്ഥകളായിരിക്കുന്ന അമാവാസിയും പൗർണമിയും എല്ലാം തന്നെ ഭൂമിയിലുള്ളവർക്ക് അനുഭവമാണ്. അതുപോലെ ആകാശത്തിലെ ഈ ഗ്രഹങ്ങളാണ് ഭൂമിക്കും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും എപ്രകാരം ഗുണദോഷങ്ങൾ നൽകും എന്നറിയുവാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നും അതാത് ഗ്രഹങ്ങൾ ഏതേത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രഹങ്ങളും മറ്റും എവിടെയാണ് എന്ന് കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഈ സാങ്കല്പികപരമായിരിക്കുന്ന രാശിചക്രം നിർമ്മിക്കുന്നത്. നമ്മൾ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ റോഡുള്ളത് പോലെ ഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഉള്ള പാതയാണ് രാശിചക്രം. രാശിചക്രം പേരുകൾ തന്നെ ചക്രം അഥവാ വൃത്തമാണ്. എന്നാൽ വരയ്ക്കുവാൻ കണക്ക് കൂട്ടുവാനുള്ളതായിരിക്കുന്ന സൗന്ദര്യത്തിനെ പരിഗണിച്ച് ചതുരമായാണ് രാശിചക്രത്തിന് ജ്യോതിഷികൾ വരയ്ക്കുക. രാശിചക്രത്തിൽ 12 രാശികൾ ഉണ്ട് എന്ന് പറഞ്ഞു. മേടം, കേടകം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, മീനം. ഇതാണ് 12 രാശികൾ. ഓരോ രാശിയിലും 30 ഡിഗ്രി വീതം കണക്കാക്കിയാൽ ഒരു രാശിചക്രത്തിന്റെ ദൈർഘ്യം 360 ഡിഗ്രിയാണ് എന്ന് കാണാൻ കഴിയും. ഈ കണക്കുകൾ ഗ്രഹങ്ങളുടെ കറക്റ്റായ ശരിയായ പൊസിഷൻ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഗ്രഹങ്ങൾ ഏത് രാശിയിൽ എത്രാമത്തെ ഡിഗ്രിയിലാണ് എന്നെല്ലാം കണക്കാക്കിയാണ് മനസ്സിലാക്കിയാണ് ജ്യോതിഷികൾ ഫലനിർദ്ദേശം ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായി നമ്മുടെ വീടുള്ളത് പോലെ ഓരോ ഗ്രഹങ്ങൾക്കും സ്വന്തമായി ഓരോ വീടുണ്ട്. ആ വീടാണ് ഈ രാശികൾ എന്ന് പറയുന്നത്. വിശദമായി നോക്കാം. മേടൻ രാശിയും വൃശ്ചികം രാശിയും ചൊവ്വയുടെ വീടാണ്. കേരളം തുലാം രാശികൾ ശുക്രന്റെയും, മിഥുനം കന്നി രാശികൾ ബുധന്റെയും, ധനു മീനം രാശികൾ വ്യാഴത്തിന്റെയും, മകരം പുഷ്പം രാശികൾ ശനിയുടെയും, ചിങ്ങം സൂര്യന്റെയും, കർക്കിടകം ചന്ദ്രന്റെയും വീടാണ്. ജ്യോതിഷികൾ ഇതിന് സ്വക്ഷേത്രം എന്നാണ് പറയുന്നത്. ക്ഷേത്രം എന്നതിന് പാർപ്പിടം അഥവാ വീട് എന്നാണ്. ക്ഷേത്രം എന്നാൽ സ്വന്തം വീട് എന്നാണ്. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രം, കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രം, ഇങ്ങനെ പറയും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക്
നമ്മുടെ മനസ്സ് സമാധാനപൂർണ്ണമായിരിക്കും. അതുപോലെ ഗ്രഹങ്ങളും അവരവരുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരും നല്ല സന്തോഷവാന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗ്രഹങ്ങൾ നൽകിയതായിരിക്കുന്ന ശുഭഫലങ്ങളെല്ലാം തന്നെ അവർ വളരെ നല്ല രീതിയിൽ നൽകുകയും ചെയ്യും. ഇത് സൂര്യൻ മുതൽ ശനി വരെയുള്ളതായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് മാത്രമാണ് ഗ്രഹങ്ങൾ അഥവാ വീടുകൾ ഉള്ളത്. രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി ഭവനമില്ല. അവർ വീട് ഗ്രഹത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതിനനുസരിച്ചുള്ള ഫലങ്ങളെയാകും നൽകുക. സൂര്യനും ചന്ദ്രനും മാത്രം ഓരോ വീടും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഏതെങ്കിലും വീടും കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കും അല്ലെ. സൂര്യനും ചന്ദ്രനും ഓരോ വീടേ ഉള്ളുവെങ്കിലും ഇരുവരും രാശിചക്രത്തിലെ 12 രാശികൾ ആറാകുന്നതിന്റെയും അധിപന്മാർ തന്നെയാണ്. ഈ രാശിചക്രത്തിൽ ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുള്ളത് മനസ്സിലെത്തി കണ്ടുനോക്കും. ചിങ്ങം സൂര്യന്റെ പ്രത്യേകമാണ്. ചിങ്ങം മുതൽ എണ്ണിയാൽ മകരം വരെയുള്ളതായിരിക്കുന്ന 6 രാശികളാണ് സൂര്യന് ആധിപത്യമുള്ള രാശികളാണ്. അതിനാൽ ആ രാശികളെ സൗരരാശികൾ എന്നാണ് പറയുക. കർക്കിടകം ചന്ദ്രന്റെ പ്രത്യേകമാണ്. കർക്കിടകം മുതൽ പിന്നിലോട്ട് എണ്ണുന്ന സമയത്തിൽ കുംഭം വരെയുള്ളതായിരിക്കുന്ന 6 രാശികൾ ചന്ദ്രന് ആധിപത്യമുള്ള രാശികളാണ്. അതുകൊണ്ട് തന്നെ ആ രാശികളെ ചാന്ദ്രരാശികൾ എന്നാണ് പറയുക. ഗ്രഹങ്ങളില് സൂര്യനെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത്, ചന്ദ്രനെ രാജ്ഞിയായി. അപ്പോൾ രാജാവും രാജ്ഞിയും ഈ 12 രാശിചക്രങ്ങളെയും വഹിക്കുന്നു എന്നാണ് പറയുന്നത്. ചിങ്ങം രാശി രാജാവിന്റെ, അതായത് സൂര്യന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത കന്നി രാശി യുവരാജാവായ ബുധന്റെ ക്ഷേത്രമാണ്, സൂര്യന് ആധിപത്യമുള്ള ക്ഷേത്രം. അതിനടുത്ത തുലാം രാശി എതിരാളി മുക്തിക്കുന്ന ശുക്രന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത വൃശ്ചികം രാശി പരസ്പരനായ സേനാനായകനായ ചൊവ്വയുടെ ക്ഷേത്രം. അതിനടുത്ത ധനുരാശി മന്ത്രിയായ വ്യാഴന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത മകരം രാശി ദാസന്മാർ അല്ലെങ്കിൽ പ്രജകളായ ശനിയുടെ ക്ഷേത്രം. ഇങ്ങനെ കണക്കാക്കാം. അപ്പോൾ ഒരു രാജ്യം പൂർണ്ണമാക്കുന്ന സകലതും ഇതിൽ ഉൾപ്പെട്ടിരുന്നു വരുന്നു. ഇനി ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ക്രമമായും ഇതുപോലെ തന്നെ ചിന്തിക്കാം. രാജ്ഞിയായ ചന്ദ്രന്റെ ക്ഷേത്രം കർക്കിടകമാണ്. യുവരാജാവായ ബുധന്റെ ക്ഷേത്രം മിഥുനമാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ശുക്രന്റെ ക്ഷേത്രമായ ഇടവമാണ് അടുത്തതായി വരുന്നത്. അതിനടുത്ത മേടൻ രാശി കടത്തലവനായിരിക്കുന്ന ചൊവ്വയുടെ ക്ഷേത്രം. അതിന്റെ തൊട്ടടുത്ത മീനം രാശി മന്ത്രിയായ വ്യാഴത്തിന്റെ ക്ഷേത്രം. അതിനടുത്ത കുംഭം രാശി പ്രജകളായ ശനിയുടെയും ക്ഷേത്രം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗ്രഹങ്ങളുടെ പ്രക്ഷേത്രം സുവിക്തമാക്കിയിരിക്കണം. ഇത് വളരെയധികം പ്രധാനമാണ്. കാരണം ഓരോ ഗ്രഹങ്ങളും അവർക്ക് സ്വന്തമായ വീടുകളിൽ നിൽക്കുന്ന സമയത്തിൽ ശുഭഫലങ്ങളെയും അവരുടെ ശത്രുക്കളുടെ വീടുകളിൽ നിൽക്കുന്ന സമയത്തിൽ അശുഭഫലങ്ങളെയും പ്രധാനം ചെയ്യും. ഗ്രഹങ്ങൾക്കും ശത്രുക്കളും എന്ന ഉണ്ട്. ഗ്രഹങ്ങൾക്കും നമ്മൾ മനുഷ്യരെക്കൂടെ തന്നെ ശത്രുമിത്ര ഭേദങ്ങളുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടി മനസ്സിലാക്കാം. അടുത്ത ക്ലാസ്സിൽ ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതായി ഉണ്ടെങ്കിൽ ചുവടെ കമന്റായി രേഖപ്പെടുത്തിയതും മറുപടി നൽകുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ഗുരുവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ